രാത്രി അമ്പലത്തിൽ നിന്ന് വരുന്നതായിരിക്കും. ഞാനും അത്യാവശ്യത്തിന് ഇത്തിരി ഭക്തിയെ കാണിക്കുന്ന കൂട്ടത്തില. രാധ, എനിക്ക് രാധയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിവിടെ വെച്ച് എങ്ങനെ പറയുമെന്നാണ്. അത്രയ്ക്ക് ധൃതിയായോ? അതോ എന്നോട് സംസാരിക്കുന്നതിന് ഇഷ്ടമില്ലാത്തതുണ്ടോ? അതല്ല, പിന്നെ ചേട്ടനും ഇവിടെ വരും. അപ്പോൾ ആ പേടിയേ ഉള്ളൂ. ഗുഡ്. ഇപ്പോൾ രാധ പോയിക്കോളൂ. നാളെ ചേട്ടൻ പോയി കഴിഞ്ഞ് വീട്ടിലേക്ക് വരണം. അപ്പോൾ പറയാം. വരില്ലേ? രാധ പറഞ്ഞു പറ്റിച്ചോ എന്ന് ഞാൻ നോക്കുമായിരുന്നു. രാധ പിന്നെ ഒരു പ്രധാന കാര്യം പറയാനാണ് ഞാൻ വരാൻ പറഞ്ഞത്. പറയൂ, എനിക്ക് പോണം. ഇരിക്കുന്നേ, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുള്ള കാര്യമൊന്നുമല്ല. എന്നാ ഞാൻ പിന്നെ വരാം. ഞാൻ പറയാം. രാധയ്ക്ക് സമ്മതമാണെങ്കിൽ ആണെന്ന് പറയണം, അല്ലെങ്കിൽ ഞാനെന്നും പറഞ്ഞില്ലെന്ന് കരുതിയാൽ മതി. രാധയെ കണ്ട നിമിഷം ഞാൻ തീരുമാനിച്ചു വെച്ചാണ്. എന്താ? രാധയെ എന്റെ ജീവിത പങ്കാളിയാക്കണം. എന്താ, രാധയ്ക്ക് സമ്മതമല്ലേ? പറയൂ, സമ്മതമല്ലേ? സോറി, പുറത്തു വന്ന് കുറെ നേരമായി വിളിക്കുന്നു. ആരെയും കാണാത്തോണ്ടാണ്. ആയണം തരുമോ? ഞാനിപ്പോ വരാം. രാധേ, ഒരുക്കങ്ങളില്ലാതെ കാണുമ്പോഴാണ് പെണ്ണിന്റെ സൗന്ദര്യം ശരിക്കും മനസ്സിലാകുന്നത്. രാധേ, നീ സുന്ദരിയാണ്. രാധയെപ്പോലെ ഒരുവളെ ഭാര്യയാക്കാൻ കഴിയുന്നത് എന്റെ ഭാഗ്യമാണ്. എന്താണ് എന്റെ റപ്പായി ചേട്ടാ? സാറിനൊരു കത്തുണ്ട്. നാശം കത്താക്കാൻ വേണ്ടി സമയം. നിനക്കെന്താ, സുഖല്ലേ? ഒന്നുമില്ല, വല്ലാത്ത തലവേദന. നേരെ ഒത്തിരിയായി. ആഹാരം കഴിച്ചോ? വേണ്ട ചേട്ടാ, വിശപ്പില്ല. അയ്യേ, ചെറിയൊരു തലവേദന വെച്ച് പട്ടിണി ഇടന്നാലോ? വാ, ഞാൻ വിളമ്പിത്തരാം. കാപ്പി കുടിച്ചിട്ട് പോയാ മതിയെന്ന് പറഞ്ഞിട്ട്. വേണ്ട, എനിക്ക് അല്പം തിരക്കുണ്ട്. നീ എന്താ പിന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. പിന്നെ ഞാൻ പോയിട്ട് വരാം.
നോക്കി രാവിലെ മുതൽ ഞാൻ കാത്തിരിക്കുക. നീ എന്താ വരായിരുന്നത്? എന്നോട് അത്രയ്ക്കേ സ്നേഹമുള്ളൂ അല്ലേ? രാധ എന്താ ഒന്നും മിണ്ടാത്തത്? അതറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. എന്റെ രാധയോടൊന്ന് തനിച്ച് സംസാരിക്കും. വരട്ടെന്ന് വന്നാലേ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു തുറന്നങ്ങ് പറയും. എന്ത് പറ്റിയെന്നോ? നിങ്ങൾക്ക് എത്ര കാമുകർ വേണം? നിങ്ങൾ എത്ര പേരെ കല്യാണം കഴിക്കും? എങ്ങനെ പറഞ്ഞു എന്നല്ലേ? നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു. പഞ്ചാര വാക്കുകൾ പറഞ്ഞ് പല വീശുകയായിരുന്നു. വേണ്ട, നിങ്ങളെ കാണുന്ന പോലും എനിക്ക് വെറുപ്പാണ്. കടന്നു പോകൂ. രാഘ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കണം. ശരിയാണ്, നിങ്ങളൊരു മനുഷ്യനാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ സ്നേഹിച്ചു പോയി. ഇനി നമുക്ക് തമ്മിൽ ഒരു ബന്ധവുമില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ ഞാൻ ബഹളം വെച്ച് ആളെ കൂട്ടും. നീ അത്രയ്ക്ക് പതിവ്രതയൊന്നും ആടെ. എല്ലാം സഹിക്കാം. എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട കുറ്റം എന്താണെന്നറിയോ? ഞാൻ എന്റെ പെങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അവൾ എതിർത്തതുകൊണ്ട് ഞാൻ അവളെ കൊന്നു. അതെ ശാലിനി, അങ്ങനെ അവൻ എന്റെ പെങ്ങളുടെ ജീവിതം പിച്ചിച്ചേന്തി അറിഞ്ഞു. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ അവനെ കണ്ടുമുട്ടും. ഒന്ന് എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കാൻ ശ്രമിക്കൂ. ശ്രമിച്ചു ശാലിനി, പക്ഷേ കടലിലെ തിരകളെ പോലെയാണ് മനസ്സിലെ ഓർമ്മകൾ. ഒരിക്കലും മരിക്കില്ല. ശരിയാണ്, പക്ഷേ ചിലപ്പോൾ ചിലരെല്ലാം മറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മറന്നെന്ന് നടിക്കണം. എന്നെപ്പോലെ ഉപദേശിക്കാമെന്ന് കരുതരുത്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പ്രതികാരവുമായി നടന്നിട്ട് കാര്യമില്ല.